ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പം അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഞാനിത് മേടിച്ചിരിക്കുന്നത് തെമുവിൽ നിന്നാണ്. തെമു ഒരു ആമസോൺ പോലത്തെ ആപ്പാണ്. ഇപ്പം എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. തെമു ഒരു ആമസോൺ പോലത്തെ ആപ്പാണ്. നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു ചൈന ബേസ്ഡ് ആപ്പാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. അത് ബാൻഡ് ആണോ എനിക്കറിയില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. എന്തായാലും ഞാനിപ്പോൾ ദുബായിലാണ്. ഇവിടെ എൻ്റെ ഡെലിവറി ഉണ്ട്. പിന്നെ മിക്ക കൺട്രീസിലും ഇപ്പോൾ തെമു എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത് ഒരെണ്ണം ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പം ഒരുപാട് നീട്ടാതെ ഞാൻ വീഡിയോയിലേക്ക് പോവാം. അപ്പം നിങ്ങളും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. ലെറ്റ്സ് അൺപാക്ക്. അപ്പം കുറച്ച് സാധനങ്ങളാണ്. എൻ്റെ ക്യാമറ കുറച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇത് പൊട്ടിച്ചു. പക്ഷെ ഞാനൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വന്നിട്ട് ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഇത് ആക്ച്വലി ഒരു ബുദ്ധ സ്റ്റാച്ചു ആണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതിനകത്ത് കുറച്ച് പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഓക്കെ, ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ആണ്. കണ്ടോ, ഒരു നല്ലൊരു ബുദ്ധയുടെ സ്റ്റാച്ചു ആണ്. നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്. ഇത് താഴെ പൊട്ടും. ഇത് റെസിൻ കൊണ്ടെന്തോ മേക്ക് ചെയ്തിട്ടുള്ള ബുദ്ധയാണെന്ന് തോന്നുന്നു. ഇത് എന്തായാലും കൊള്ളാം, നല്ല ബുദ്ധയാണ്. ഞാൻ നേരത്തെ പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് വെക്കാം. സോ നെക്സ്റ്റ് വന്നിട്ട് ഇത് ഓർക്കിഡിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ ഇതെങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞാൽ ഭയങ്കര വിലക്കുറവാണ്. ഇതെന്തോ 5-6 ദിർഹംസിന് എന്തോ കിട്ടുന്നതാണ്. കണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. ഇത് 5 ഇതുണ്ട്. 5 എന്താ പറയുന്നത്, 5 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും വാസിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. നല്ലതാണ്. കൊള്ളാം. ഇത് നേരെയാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ടിടാം. ഓക്കെ, അപ്പം കൊള്ളാം, ക്വാളിറ്റിയും കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ലതാണ്. ഓക്കെ, ലെറ്റ്സ് കീപ് ദിസ്. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. ഇതൊരു വൈറ്റ് കളർ ചെറി ബ്ലോസം ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇത് വന്നിട്ട് ഇങ്ങനത്തെയാണ്. താഴ്പ്പുയർന്നു. എനിക്കൊന്ന് ഇത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ യെസ്, ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇളക്കിപ്പോയി. ഇതാ ഇങ്ങനത്തെ ഫ്ലവറാണ്. നല്ല ക്യൂട്ട് ഫ്ലവറാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. വൈറ്റ് കളർ ചോട്ടാ ഫ്ലവേഴ്സാണ്. ഇത് 3 എണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ പിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് മിക്സ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ് തോന്നുന്നു, ഐ തിങ്ക്. ഇനി ഇതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് നമുക്ക് ഇത് ഞാൻ വെച്ചിട്ട് കാണിക്കാം. സോ ഇത് നല്ല രസമുണ്ട്. കറക്റ്റ് മറ്റേ
ജപ്പാനിലെ ചെറി ബ്ലോസം ആ ഒരു ഫ്ലവർ പോലെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ അടുത്തെന്താ? യെസ്, ഇതും നമ്മുടെ ഫ്ലവർ വാസിലൊക്കെ വെക്കാൻ പറ്റിയ, ഫ്ലവർ വാസല്ല, നല്ല ഇതൊക്കെയില്ലേ, അതിൽ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പിലെ, എന്താ പറയുന്നത്, ഇതിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. 86 പീസസ് ഉണ്ട്. നമ്മുടെയൊക്കെ ഈ പൂടയില്ലേ, നമ്മുടെയൊക്കെ പണ്ട് പറമ്പിലും പാടത്തൊക്കെ ഒരു ചെടി നിൽക്കാറുണ്ട്, ഇങ്ങനെ നിറച്ച് വൈറ്റ് കളറിൽ ഇങ്ങനെ പൂട പോലെയുള്ള, എന്താണെന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് അതുപോലത്തെ ഒരു സാധനമാണിത്. പിന്നെ നമ്മുടെ തൂക്കുന്ന ചൂലില്ലേ, അതിൻ്റെ പുല്ല് പോലെയൊക്കെ ഉണ്ട് ഇത്. അതുപോലെ എന്തൊക്കെയാണ് ഉണ്ട്, അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കരമാണ്. നമുക്ക് വലിച്ചു പൊട്ടിക്കാം. ഓക്കെ, എല്ലാം ഇവിടെ വീഴുന്നുണ്ട്. കറക്റ്റ് ചെയ്ത് നമുക്ക് ചൂല് തൂക്കാൻ പറ്റും. ഇതിനകത്തുനിന്ന് എന്തൊക്കെയോ വീഴുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് സംഭവം. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്, പല പല ഐറ്റംസാണ്. കണ്ട, ഇതൊന്ന്, ഇത് വേറൊരെണ്ണം, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, അങ്ങനെ 1 2 3 4 എണ്ണം ഉണ്ട്, 4 ഐറ്റംസ്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ നിറച്ച് അതിൻ്റെ പൂടയായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു വാസ് ഞാൻ മേടിച്ചു. ഇതൊരു ജസ്റ്റ് എന്തോ 6 dirhams എന്തോ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഫ്ലവേഴ്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്, നോട്ട് സെറാമിക്. ഇത് നല്ല ഒരു ചരടൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന. കണ്ടോ, ചൈനയിൽ നിന്ന് വരുന്നതാണിത്. ഇത് സെറാമിക് അല്ല, ഒരു പ്ലാസ്റ്റിക്കാണ്. അപ്പം ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ജസ്റ്റ് ഇപ്പോൾ ഈ വൈറ്റ് ഇതിങ്ങനായിട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. വേണമെങ്കിൽ കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം. ഓക്കെ, ഇത് ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ വയ്ക്കും, ചിലപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് ഒരു ഐസ് ട്രേ. ഞാനിത് ഇൻസ്റ്റയിൽ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ട്രേ. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് മേടിക്കണം തോന്നിയിട്ട് മേടിച്ചതാണ്. ഇതുപോലത്തെ ഇങ്ങനെ ഇതെന്താ പറയുന്നത്, ഹെക്സഗൺ ഷേപ്ഡ് ഇങ്ങനെ കുറേ ഇതുണ്ട്. ഇത് സിലിക്കണാണ്, ഇത് പ്ലാസ്റ്റിക്കും ഇതൊന്നുമല്ല, സിലിക്കണാണ്. ഒരു ക്യാപ്പുണ്ട് ഇതിന്. ഓക്കെ, അപ്പം ഇതൊരെണ്ണം. പിന്നെ ഞാൻ 2-3 മാറ്റ് മേടിച്ചു. ബാത്റൂമിലേക്ക് വേണ്ടി, ബാത്റൂമിൽ എഴുതിയിട്ടുള്ള മാറ്റാണ്. ഇത് രണ്ടും സെയിം ആണ്. ഒരെണ്ണം ഞാൻ പിടിച്ചു. ഓക്കെ, ഇതാണ് മാറ്റ്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടു, നല്ലൊരു ടബുണ്ട്, അതിൽ നിന്ന് ഇതൊക്കെ വരുന്നൊരു മാറ്റാണ്. സോഫ്റ്റാണ് ഭയങ്കര. പിന്നെ ഇത് പുറകിൽ ഗ്രിപ്പൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് തെന്നത്തൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. അപ്പം നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. ഇത് ബാത്റൂമിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് മാറ്റായിട്ട് ഇടാം. ഇത് സെയിം തന്നെയാണ് ഞാൻ അടുത്തൊന്ന് മേടിച്ചിരിക്കുന്നത്. 2 എണ്ണം ഒരേപോലത്തെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, വേറൊരു ക്യൂട്ട് സാധനം ഞാൻ കാണിക്കാം. ഇത് ചിലതല്ല, ഒരു മത്തങ്ങ പോലെ ഇരിക്കുന്ന ഒരു സാധനം. പെൻഗ്വിൻ ഷേപ്ഡാണ് ഇത്. ഇതുണ്ട്, നല്ല രസമില്ല കാണാൻ. ഓക്കെ, ഇത് കട്ടറൊന്നുമല്ല, ഇത് ആക്ച്വലി ബ്രഷ് വെക്കാനായിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ബ്രഷൊക്കെ ക്യാപ്പിട്ട് വയ്ക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. പെൻഗ്വിൻ പെൻഗ്വിൻ കണ്ടോ,
ഇതിനെന്തോ 1 dirhams എന്തേ ഉള്ളൂ. ഇതിൽ ക്ലിപ്പ് ബ്രഷ് വെച്ചിട്ട് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കാണുന്നില്ല. യെസ്, ഇതാ ഒരു യെല്ലോ. ഇതൊരു ഡക്കാണ്. എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. ഇതിലേത് ഞാൻ എടുക്കണം എന്നെനിക്കൊരു കൺഫ്യൂഷനുണ്ട്. ഒരു ഡക്ക്, പിങ്ക് യെല്ലോ ഡക്കുണ്ട്. ആൻഡ് ഒരു പെൻഗ്വിൻ. ഓക്കെ, പെൻഗ്വിൻ ഉണ്ട്. ഓക്കെ, പെൻഗ്വിൻ ഉണ്ട്. അപ്പോൾ ഇതിലേതെടുക്കണം എന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. എന്തായാലും ഇതൊരെണ്ണം എൻ്റെ ഹസ്ബൻഡിനും ഒരെണ്ണം എനിക്കുമാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് യെസ്, ഇത് ഈ ഓർക്കിഡ് വാങ്ങിച്ചില്ലേ, നമ്മൾ ഓർക്കിഡിൻ്റെ കൂടത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അതിൻ്റെ ലീഫാണ്. ലീഫ് ഓർക്കിഡിൻ്റെ ഇലയില്ലേ, സെയിം ലൈക്ക് അതുപോലത്തെ ഇലയാണിത്. ഓർക്കിഡിൻ്റെ അതേപോലെ തോന്നിക്കുന്ന ഇല. സോ നമുക്ക് ഈ ഓർക്കിഡിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ ഇലയായിട്ട് നമുക്ക് ഇരിക്കാം. അപ്പം കണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയിൽ നിന്ന് ഉള്ള ഫ്ലവർ വരുന്ന പോലെ ഇരിക്കും. സോ ഇത് 2 എണ്ണം ഉണ്ട്. ഇതാ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് പെട്ടെന്ന് ആ വീഡിയോ ലോങ് ആയിപ്പോവും. അടുത്ത ഞാൻ പറഞ്ഞില്ലേ പിങ്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ. യെസ്, ഐ വാസ് കറക്റ്റ്. ഞാൻ പിങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ചെറി ബ്ലോസത്തിൻ്റെ പിങ്ക് ഫ്ലവർ. ഹായ്, നൈസ്, നല്ല കളറ്. ഇത് കറക്റ്റ് മറ്റേ നമ്മൾ ജപ്പാനിലൊക്കെ ഒരു ചെറി ബ്ലോസത്തിന് പോയതുപോലെ ഇരിക്കും. ഇത് ചിലപ്പോൾ വീട്ടിൽ വെച്ചാൽ കേട്ടോ. ഇതൊരു ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നൈസ്. ഇത് 1 2 3 4 5 6 എണ്ണം ഉണ്ട്. മറ്റേത് 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇത് 6 എണ്ണം ഉണ്ട്. ഹായ്, നൈസ്. ഇത് 2 കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. യെസ്, കണ്ട, മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഒന്നിൻ്റെ ഇടയ്ക്ക് ഒന്നായിട്ട് ഒന്നിൻ്റെ ഇടയ്ക്ക് ഒന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ യെസ്, നമ്മൾ ജപ്പാനിൽ പോകാതെ നമ്മൾ വീട്ടിൽ ചെറിയ ബ്ലോസം ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പം കൊള്ളാം, ഇത് 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വേറൊരു മാറ്റ്. ഈ മാറ്റ് ഞാൻ കിച്ചണിലേക്ക് മേടിച്ചാണ്. കിച്ചൺ എന്നൊക്കെ എഴുതിയിട്ടുള്ള മാറ്റാണ്. മാറ്റ് കാണിക്കാം. ഓക്കെ, സോറി. ദാ ഇതിലെഴുതിയിരിക്കുന്നത് ദ കിച്ചൺ ഈസ് ദ ഹാർട്ട് ഓഫ് ദി ഹോം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദ കിച്ചൺ ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഹോം. കണ്ടു, ഒരു ഇത് കിച്ചണിലെ പാത്രങ്ങളും സ്പൂണും എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അതിലിങ്ങനെ റൈറ്റിങ്സ് ഉണ്ട്. ഇതും നേരത്തെ പോലെ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ബാക്കിലും സെയിം പോലെ തന്നെ ഗ്രിപ്പുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് ഇട്ട് നോക്കണം ഇനി ഇത് തെന്നോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ എന്താണ്, ഇത് വന്നിട്ട് എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ എപ്പോഴും എൻ്റെ കൈ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ശീലമുണ്ടോ? ഇടയ്ക്ക് എനിക്ക് കൈ കഴുകണം, പിന്നെ അത് എനിക്ക് കൈ തുടയ്ക്കണം. അപ്പോൾ ആ തുടയ്ക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ 3 ക്യൂട്ട് ടവൽസ് മേടിച്ചു. ഇതിങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടയ്ക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ ഏത് തരം ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ യൂസ് ചെയ്ത് ഇഷ്ടംപോലെ റോൾസ് ഇവിടെ മേടിച്ച് വെക്കേണ്ട അവസ്ഥയായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ നമുക്ക് കൈ തുടച്ച് കഴുകി വെച്ചാൽ മതിയല്ലോ. അപ്പം 3 എണ്ണം, ഇത് 3 പേര് സെറ്റായിട്ടാണ്. ഈ 3 എണ്ണത്തിന് 5 dirhams അങ്ങനെ എന്തോ ഉള്ളൂ. തെമ്മ് ഭയങ്കര ചീപ്പാണ്. അതിനകത്ത് ഒരുപാട് റേറ്റ് ഉള്ളതുകൊണ്ട് മിക്കതും ഇതുപോലത്തെ നമുക്ക്
റേറ്റ് കുറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നല്ലതും കിട്ടും. ഇതിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ്, ഭയങ്കര സോഫ്റ്റാണ്, നല്ല ക്ലോത്താണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളൂ. അതെനിക്ക് വേണ്ടിയിട്ട് മേടിച്ചൊരു ഡ്രസ്സാണ്. ഡ്രസ്സെന്ന് പറയാനായിട്ട് ഒരു ബീച്ച് വെയർ ടൈപ്പാണ്. ഇത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനത്തെയാണ്. ഒരു ബനിയൻ ക്ലോത്താണ്. ഇങ്ങനെ വരുന്ന ഒരു അടിയിൽ ടാസിൽസൊക്കെ ഉണ്ട്. ഒരു ബീച്ച് വെയർ ടൈപ്പിലെ ഡ്രസ്സാണിത്. കണ്ടു. ഇനി ഇത് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് സ്യൂട്ടാവുകയാണെങ്കിൽ ഞാൻ വയ്ക്കും, ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. സ്ലീവ്ലെസ് ആണ്, വീനക്ക്. വേണമെങ്കിൽ വീട്ടിലിടാം. ബീച്ച് വെയർ ആണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഇത് ഇട്ട് നോക്കിയിട്ട് ഞാൻ ആലോചിക്കാം ഇത് വെക്കണോ വേണ്ടത്. ഇതിൻ്റെ താഴത്ത് നല്ല രസമുണ്ട്, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ടാസിൽസ്. ഓക്കെ, സോ അപ്പം ഇത്രയാണ് എൻ്റെ തെമു ഹോൾ. തെമുന്ന് ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. തെമുവിൽ നമ്മൾ മിനിമം ഓർഡർ 90 dirhams ആണ്. 90 ഓർഡർ ചെയ്താലേ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് എല്ലാം കിട്ടും. അതുമല്ല 90 dirhamsന് ഓർഡർ ചെയ്താലേ നമുക്ക് ഡെലിവറി ഉള്ളൂ. അതിൽ കുറഞ്ഞിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ കുറച്ച് ഓഫറൊക്കെ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ അടിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. അപ്പോൾ ശരി, ബൈ.